നമസ്കാരം. സംസ്ഥാനത്ത് അതികഠിനമായ പ്രളയത്തിൻ്റെ സാധ്യതകൾ നിൽക്കുകയാണ്. സാധ്യതയാണിപ്പോൾ. പ്രളയമായിട്ടില്ല. ഇന്നലെ ഒരു വെള്ളപ്പൊക്കമേ വന്നുള്ളന്നേ, പ്രളയമൊന്നും വന്നില്ലെന്നേ കേരളത്തിൽ. റാന്നിയിലും പത്തനംതിട്ടയിലും ഈരാറ്റുപേട്ടയിലും പാലായിലും കോട്ടയത്തിലും തീക്കോയിലും കോഴിക്കോടും മലപ്പുറത്തുമൊക്കെ പ്രകൃതി ചെറുതായിട്ടൊരു ചെറിയ സാമ്പിൾ വെടിക്കെട്ട് നടത്തി. തൃശ്ശൂർ പൂരത്തിന് നമ്മൾ സാമ്പിൾ വെടിക്കെട്ട് നടത്തത്തില്ലേ? പക്ഷെ സാമ്പിൾ വെടിക്കെട്ടിലും നമുക്ക് 10 ജീവനുകൾ നഷ്ടമായി. നമുക്ക് ഗൗരവമുള്ള വലിയ നഷ്ടം സംഭവിച്ചു. എവിടെയാണ് മലയാളി എത്തി നിൽക്കുന്നത്? വലിയ ആക്ഷേപമാണ് വരുന്നത് നമ്മുടെ സംവിധാനങ്ങളെക്കുറിച്ചൊക്കെ. പലരും പല ആക്ഷേപങ്ങൾ പറയും. ഭരണപക്ഷം നേരത്തെ പ്രതിപക്ഷമായിരുന്നപ്പോൾ അവർ പല ആക്ഷേപവും പറഞ്ഞു. ഇപ്പോൾ അവരുടെ അതേ സിസ്റ്റം തന്നെയാണ് ഭരണപക്ഷത്തും. അപ്പോഴും സിസ്റ്റം മാറിയിട്ടില്ല. അവരും അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നു. മാറുമായിരിക്കും, പുതിയ ഗവൺമെൻറ് അല്ലേ. പ്രത്യേകിച്ച് വി ഡി സതീശൻ എല്ലാ ഭാഗത്തും പരിഷ്കാരം കൊണ്ടുവരുന്നു, എല്ലാ ഭാഗത്തും ആവശ്യമായ നടപടികൾ എടുക്കുന്നു, എക്സ്പെർട്ടുകളെ ഉൾപ്പെടുത്തുന്നു. വളരെ വലിയ സന്നാഹമാണ് നടത്തുന്നത്. അതിന് മാറ്റം വരുമായിരിക്കും. അതവിടെ നിൽക്കട്ടെ. പക്ഷേ കേരളത്തിൻ്റെ ഭൂമിക ദുരന്ത ഭൂമിയായി മാറിക്കൊണ്ടിരിക്കുകയാണ്. വളരെ കൃത്യമായ ദുരന്ത ഭൂമിയാകുന്നു കേരളം. അതുകൊണ്ട് തന്നെ പ്രളയത്തിൻ്റെയും വെള്ളപ്പൊക്കത്തിൻ്റെയും നാടാകുന്നു, ഉരുൾപൊട്ടലിൻ്റെ നാടാകുന്നു. കേരളത്തിൽ നോർമലായി വരികയാണ് ഇതെല്ലാം നോർമലാവുകയാണ്. ഈ നോർമലാവുന്ന നമ്മുടെ സമൂഹത്തിൽ ഇനി നമുക്ക് അബ്നോർമൽ എന്ന് പറയുന്നതാണ് വസന്തകാലം. നേരത്തെ അങ്ങനെ ആയിരുന്നല്ലോ. സമാധാനകാലവും വസന്തകാലവുമല്ല നോർമലും, പ്രളയകാലവും ദുരിതകാലവും അബ്നോർമലുമായിരുന്നു. അത് തിരിഞ്ഞു. സ്ട്രാറ്റിഫൈഡ് ആയിട്ടുള്ള മഴ, സംവഹന മഴ അല്ലെങ്കിൽ സസ്ഥിര മഴ, ഛിന്ന ഭിന്നമായി വന്നിരുന്ന മഴ കൂമ്പാരമഴയായി കൂമ്പാരമേഘമായി മാറുന്ന കഥ നമ്മളുടെ പ്രവർത്തനവുമുണ്ട്, പ്രകൃതിയുടെ പ്രവർത്തനവുമുണ്ട്, രണ്ടുമുണ്ട്. വല്ലാതെ കടൽ ചൂടാവുന്നു, നമ്മളുടെ പ്രവർത്തനമുണ്ട്. നമ്മൾ പറഞ്ഞ് കേരളീയർ മാത്രമല്ല, ലോകത്തുള്ള മാനവരാശിയുടെ പ്രവർത്തനങ്ങളുമുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടി കടൽ ചൂടാവുന്നു, കര ചൂടാവുന്നു, വലിയ മഴ വരുന്നു, കൂമ്പാരമേഘങ്ങളുണ്ടാകുന്നു, മിന്നൽ പ്രളയമുണ്ടാകുന്നു, അതിൽ ഉരുൾപൊട്ടലുണ്ടാകുന്നു. ഇത് വളരെ വലിയ പ്രശ്നമാണ് കേരളത്തിൽ സംഭവിച്ചുകൊണ്ടേയിരിക്കുന്നത്. ഇതിനെതിരെ വലിയ ബഹുജന വിദ്യാഭ്യാസം ആവശ്യമുണ്ട്. ഞാൻ തന്നെ മുൻകൈയെടുത്ത് ഇന്നത്തെ ദീപിക പത്രം ദയവായി എല്ലാവരും വായിക്കണം. മനോരമക്കാരും മാതൃക എല്ലാം നെറ്റിൽ കയറിയ കിട്ടുന്നതാണ്. അല്ലെ എന്നെ വിളിച്ചാൽ ഞാൻ അയച്ചു തരാം. കഴിഞ്ഞ ദിവസത്തെ ചന്ദ്രിക പത്രം, അതുപോലെ സുപ്രഭാതം, കേരള കൗമുദി, മാതൃഭൂമി, വീക്ഷണം, ചന്ദ്രിക, ഈ പത്രങ്ങൾ കഴിഞ്ഞ ഒരാഴ്ചത്തെ പത്രങ്ങൾ നിങ്ങൾ എടുക്കണം. ഏതെങ്കിലും പത്രത്തിൽ എൻ്റെ ഒരു ലേഖനമുണ്ട്. നമ്മൾ വലിയൊരു ബഹുജന വിദ്യാഭ്യാസത്തെക്കുറിച്ചാണ് നമ്മൾ, അതുകൊണ്ടാണ് ഈ വീഡിയോയിലൊക്കെ ഇത് ചെയ്യുന്നത്. ഇനി കേരളം പ്രളയത്തിൻ്റെയും വെള്ളപ്പൊക്കത്തിൻ്റെയും വരൾച്ചയുടെയും ഭൂമികയായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അതിനുള്ള ശ്രമങ്ങൾ നടക്കട്ടെ. ഇനി പ്രളയമാണ് നോർമൽ, ഉരുൾപൊട്ടലാണ് നോർമൽ. എപ്പോഴും വരാം, ഏത് നിമിഷവും വരാം, ഏത് മഴയത്തും വരാം. ഇത് തിരിച്ചറിയുന്ന ഒരു സമൂഹമായി നമുക്ക് മാറാൻ കഴിയണം. ആഗസ്റ്റ് മാസത്തിൽ പ്രളയം വരാനുള്ള സാധ്യത എഴുതിക്കളയുന്നില്ല, തള്ളിക്കളയരുത്. അല്ലെങ്കിൽ സെപ്റ്റംബർ മാസത്തിൽ, സെപ്റ്റംബറിലേക്ക് പോകാൻ സാധ്യത വളരെ കുറവാണ്. അല്ല എങ്കിൽ മഴയുടെ വലിയ കുറവുണ്ടാവും. രണ്ടായാലും എക്സ്ട്രീമാണ്. ഒന്നുകിൽ മഴയുടെ വലിയ കുറവുണ്ടാവും, അത് എക്സ്ട്രീമാണ്, അല്ലെങ്കിൽ പ്രളയമുണ്ടാവും, അത് എക്സ്ട്രീമാണ്. ഈ 2 എക്സ്ട്രീമുകൾക്കിടയിൽ കിടക്കുന്ന ഒരു ജനതയായി കേരള സമൂഹം മാറിയിട്ടുണ്ട്. ഇനി ബാക്കി എന്താണെന്ന് നമുക്ക് വരുന്ന ദിവസങ്ങളിലും വീഡിയോകളിലും നമുക്ക് കാണാം.